നമസ്കാരം, ഞാൻ ഡോക്ടർ ജിജി. AMI വടക്കാഞ്ചേരി ഏരിയ അവതരിപ്പിക്കുന്ന രുചിയും ആരോഗ്യവും പരമ്പരയിൽ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ചെറുപയറിനെ പറ്റിയാണ്. ചെറുപയർ ചെറുതെങ്കിലും ചെറുതല്ല, നമ്മുടെ അടുക്കളകളിലെ നിത്യ പരിചിതനാണ്. കൂടാതെ ആയുർവേദത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതുമാണ്. ഈ ചെറുപയർ വിഗ്ന റേഡിയേറ്റ് എന്ന ബൊട്ടാണിക്കൽ നെയിമും മുദ്ഗം എന്ന സംസ്കൃത നാമവും മൂങ് ദാൽ എന്ന ഹിന്ദി പേരും ചെറുപയറിനുണ്ട്. ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ശിംബിധാന്യങ്ങൾ അഥവാ പയറുവർഗ്ഗങ്ങളിൽ വെച്ച് ഏറ്റവും പഥ്യതമമായി കരുതപ്പെടുന്നത് ചെറുപയറാണ്. കൂടാതെ നിത്യസേവനീയമായിട്ടുള്ള ആഹാരങ്ങളുടെ കൂട്ടത്തിൽ ചരകാചാര്യൻ പ്രമുഖമായി എടുത്തു പറഞ്ഞിരിക്കുന്നു ചെറുപയറിനെ. അതായത് നിത്യേന നമുക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ അടങ്ങിയതും എന്നും ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു പാർശ്വഫലങ്ങളും ഉണ്ടാക്കാത്തതുമാണ് ചെറുപയർ എന്ന സാരം. ഇനി ചെറുപയറിന്റെ വിശദമായ ഗുണങ്ങളിലേക്ക് പോകുമ്പോൾ, മുദ്ഗം എന്ന സംസ്കൃത പദത്തിന് മോദം അഥവാ ആനന്ദത്തെ ഉണ്ടാക്കുന്നത് എന്നാണ് അർത്ഥമെന്ന് ശബ്ദകൽപദ്രുമം വെളിപ്പെടുത്തുന്നു. ഇത് മറ്റു പയർവർഗ്ഗങ്ങളെ അപേക്ഷിച്ച് എന്തുകൊണ്ട് ശ്രേഷ്ഠമായി എന്ന് ചോദിച്ചാൽ, ബാക്കിയെല്ലാം വാദത്തെ അല്ലെങ്കിൽ ഗ്യാസ് വളരെയധികം വർദ്ധിപ്പിക്കുമ്പോൾ ചെറുപയറിന് അല്പവാതകരം എന്ന ഗുണമാണ് ഉള്ളത്. അതായത് വളരെ ചെറിയൊരു അളവിൽ മാത്രമേ വാദത്തെ വർദ്ധിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് നിത്യസേവനീയ ദ്രവ്യങ്ങളിൽ ഒന്നായി തീർന്നു. ഇനി ഇതിന്റെ രസപഞ്ചകങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ആയുർവേദത്തിലെ ഇതിന്റെ അഗണ്യമായ സ്ഥാനത്തെക്കുറിച്ച് സൂചിപ്പിച്ചേ തീരൂ. നമ്മുടെ കർക്കിടക കഞ്ഞി അഥവാ മരുന്ന് കഞ്ഞിയുടെ പ്രധാന ചേരുവകളിലൊന്നാണ്. കൂടാതെ പഞ്ചകർമ്മങ്ങളായ വമനം, വിരേചനം തുടങ്ങിയവയ്ക്ക് ശേഷം നൽകുന്ന പേയാതിക്രമത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ് ചെറുപയർ അഥവാ മുദ്ഗം കൊണ്ട് നിർമ്മിച്ചെടുക്കുന്ന യൂഷം അല്ലെങ്കിൽ ചെറുപയർ സൂപ്പ് എന്ന് പറയുന്നത്. ഇത് ഏറ്റവും അഗ്നിദീപനമാണ്. ഇപ്പോൾ ശോധന കർമ്മങ്ങൾ അല്ലെങ്കിൽ പഞ്ചകർമ്മങ്ങൾക്കൊക്കെ ശേഷം മന്ദിച്ചിരിക്കുന്ന അഗ്നി അല്ലെങ്കിൽ ദഹനശേഷിയെ വളരെയധികം വർദ്ധിപ്പിക്കുന്നതാണ്. കൂടാതെ ധാരാളമായിട്ട് ശരീരത്തിന് പോഷകങ്ങൾ നൽകുന്നു, ക്ഷീണം അകറ്റുന്നു, ഊർജം പ്രദാനം ചെയ്യുന്നു. അടിതൊട്ട് മുടി വരെ നമ്മുടെ ശരീരത്തിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് ചെറുപയർ. ഇനി അതിന്റെ രസപഞ്ചകങ്ങളിലേക്ക് കടക്കുമ്പോൾ, ഇത് കഷായ മധുര രസത്തോടു കൂടിയതാണ്, രൂക്ഷ ലഘുഗുണമാണ്, ദഹിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെയാണ് കഞ്ഞിയുടെയൊക്കെ പ്രധാന ഘടകമായി തീരുന്നത്. കൂടാതെ ശീതവീര്യമുള്ളതാണ്, കടു വിഭാഗത്തോടു കൂടിയതാണ്, ധനശേഷം കടുരസമാണ് ഉണ്ടാക്കുന്നത്. ഇനി അതിന്റെ ദോഷഘ്ന കർമ്മത്തിലേക്ക് വരുമ്പോൾ കഫപിത്തഹരത്വമുണ്ട്, കൂടാതെ അല്പവാതകരവുമാണ്. ഇനി ഇതിന്റെ കർമ്മങ്ങളിലേക്ക് കടക്കുമ്പോൾ, ഇത് ദൃഷ്ടിപ്രസാദനമാണ്, കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതാണ്, വർണ്യമാണ്, അതായത് ത്വക്കിനെ അതിന്റെ നോർമൽ കളറിലേക്ക് എത്താൻ സഹായിക്കുന്നു, പ്രസാദകരമാണ്. ഇത് ചെറുപയർ പൊടി ദേഹത്ത് തേച്ച് കുളിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചൊറിച്ചിലും അതുപോലെ ഈവൻ എക്സിമ പോലെയുള്ള കണ്ടീഷൻസിലും വളരെയധികം ഫലപ്രദമാണ്, ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതാണ്. കൂടാതെ പുഷ്ടിയെയും ബലത്തെയും നൽകുന്നതാണ്. കുട്ടികളിലും മുതിർന്നവരിലും സ്ഥൗല്യമുണ്ടെങ്കിലും അനീമിയ പോലെ വിളർച്ച പോലെയുള്ള അവസ്ഥകൾ ഉള്ളതിൽ ചെറുപയർ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഇത് ഒരുപാട് സ്ഥൗല്യത്തെ അഥവാ മേധസ്സിനെ വർദ്ധിപ്പിക്കുന്നില്ല. കൂടാതെ ഇത് ഈ ഒരു ഗുണം കൊണ്ട് തന്നെ ഡയറ്റ് നോക്കുന്നവരിലും അതുപോലെ വണ്ണം കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവരിലും ധാരാളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ചെറുപയർ കഴിച്ചാൽ ഉടനെ വയറ് നിറച്ച് കഴിച്ചാൽ ഉടനെ വിശക്കില്ല എന്നുള്ള ഒരു ഗുണം കൂടിയുണ്ട്. നെക്സ്റ്റ് മീൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 4 മണിക്കൂറിന് ശേഷമേ വിശപ്പ് ഉണ്ടാക്കുന്നുള്ളൂ. കൂടാതെ ഇതിന് ജ്വരഘ്നം എന്നുള്ള ഗുണം കൂടിയുണ്ട്. ഇത് ധാരാളമായിട്ട് പനി അങ്ങനെയുള്ള അവസ്ഥകളെ കുറയ്ക്കുന്നുണ്ട്. ഇനി നമുക്കറിയാം, ഒരുപാട് ഔഷധ യോഗങ്ങളിലും അതുപോലെ തന്നെ ആഹാരകൽപ്പനകളും ഒട്ടനവധി ആഹാരകൽപ്പനകളിലും ആയുർവേദം ചെറുപയറിന് അഗണ്യമായിട്ടുള്ള സ്ഥാനം നൽകുന്നുണ്ട്. ഒരുപാട് രോഗങ്ങളിൽ ഇത് പഥ്യാഹാരമാണ്. അമ്ലപിത്തം, അതുപോലെ അസിഡിറ്റി പോലെയുള്ള അവസ്ഥകൾ, അഗ്നിമാന്ദ്യം, അതിസാരം, അരോചകം, രുചിയില്ലാത്ത അവസ്ഥ, ഗ്രഹണി, IBS പോലെയുള്ള അവസ്ഥകൾ, മഞ്ഞപ്പിത്തം, സ്ഥൗല്യം, പ്രമേഹം തുടങ്ങി ഒരു നീണ്ട നിര ഉള്ള രോഗങ്ങളിൽ, ഈവൻ ഹൃദ്രോഗങ്ങളിലും അതുപോലെ പ്രമേഹത്തിലും അമിതവണ്ണത്തിലും എല്ലാം ഏറ്റവും പഥ്യതമായിട്ടുള്ള ആഹാരങ്ങളുടെ കൂട്ടത്തിലാണ് ചെറുപയർ. ഇതിന്റെ ന്യൂട്രീഷണൽ വാല്യൂയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, പ്രോട്ടീൻ റിച്ച് ആണ്, ഉള്ളത് കാർബോഹൈഡ്രേറ്റ്സ്, എനർജി എല്ലാം ധാരാളമുണ്ട്. സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽഷ്യം, ഫോസ്ഫറസ് തുടങ്ങിയിട്ടുള്ള മിനറൽസ് ഉണ്ട്. അയൺ, ഇരുമ്പിന്റെ വലിയൊരു കലവറയാണ്. കൂടാതെ ധാരാളമായിട്ട് അമിനോ ആസിഡുകൾ, എസൻഷ്യൽ അമിനോ ആസിഡുകൾ, അർജിൻ, ലൈസിൻ, ഫിനൈലലാനിൻ, കൂടാതെ വിറ്റാമിൻസ് ആയിട്ടുള്ള കരോട്ടിൻ, തയാമിൻ, നിയാസിൻ, റിബോഫ്ലാവിൻ തുടങ്ങിയവയും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ചെറുപയറിൽ. ഇത് കഷായരസം ആയതുകൊണ്ട് തന്നെയാണ് ഇതിന് ക്ലേദത്തെയും മേധോധാതുവിനെയും കുറയ്ക്കാൻ സാധിക്കുന്നത്. കൂടാതെ ഇത്
അതായത് എളുപ്പം ദഹിക്കുന്നതാണ്. ഗുരുവല്ല, എളുപ്പം ദഹിക്കുന്നതാണ്, ലഘുവാണ്. ഇനി ഇത് ശീതവീര്യമായതുകൊണ്ട് തന്നെ, ശീതവീര്യവും മധുരരസവും ആയതുകൊണ്ട് അതിതൃഷ്ണയിൽ പ്രയോഗിക്കുന്നുണ്ട്, ധാരാളമായിട്ട് ദാഹം ശമിക്കാതിരിക്കുന്ന അവസ്ഥയിൽ. ഇനി രൂക്ഷമായതുകൊണ്ട് തന്നെ ധാതു രൂക്ഷണത്തെ, അതായത് പ്രത്യേകിച്ച് മേധോധാതുവിനെയൊക്കെ ഒരു പരിധിവരെ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. പിന്നെ വ്രണരോപണമാണ്, ധാരാളം വ്രണങ്ങളെ ഉണക്കുന്നതായിട്ടുള്ള ഒരു ഗുണങ്ങളുണ്ട്. ഇനി ഇത് ധാരാളം ആഹാരകൽപ്പനകളിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണമാണ് മുദ്ഗയൂഷം, മുദ്ഗ ആമലകയൂഷം, മുദ്ഗപർപ്പട, മുദ്ഗവടി, അതുപോലെ മുദ്ഗവടക, മുദ്ഗമോദക തുടങ്ങിയവ ഒരുപാട് രോഗാവസ്ഥകളിൽ, അതുപോലെ തന്നെ ഒരുപാട് ഋതുക്കൾക്കനുസരിച്ച് വ്യത്യാസം വരുന്ന അവസ്ഥകളിലും മുദ്ഗം ധാരാളമായിട്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ആധുനിക ഗവേഷണവും സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിത്യസേവനീയമായ ആഹാരദ്രവ്യങ്ങളിൽ ഒരുപാട് ദശാബ്ദങ്ങൾക്ക് മുൻപേ ആയുർവേദം ഉൾപ്പെടുത്തിയ ഈ ചെറുതല്ലെങ്കിലും ചെറുതല്ലാത്ത ചെറുപയർ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള പ്രമേഹം, അമിതവണ്ണം, ഹൃദ്രോഗം തുടങ്ങിയവയിലും ഫലപ്രദമായിട്ട് അത്തരത്തിലുള്ള രോഗികൾക്ക് നിത്യേനയുള്ള ആഹാരത്തിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയാൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടാകുന്നു. അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പ്രശ്നങ്ങളെ വളരെയധികം കുറയ്ക്കുന്നു. അപ്പോൾ ആയുർവേദത്തിന്റെ ആ ഒരു വഴിയിലേക്കാണ് ആധുനിക ഗവേഷണവും എത്തുന്നത്. സർഗാചാര്യൻ വിധിച്ച പോലെ നമ്മുടെ നിത്യസേവനീയ ദ്രവ്യങ്ങളിൽ ഒന്നായി ചെറുപയർ മാറട്ടെ. അതിന്റെ ആരോഗ്യ ഗുണങ്ങളെ വിസ്മരിക്കാതെ ഏറ്റവും ഫലപ്രദമായി നമ്മുടെ നിത്യേനയുള്ള ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.